എല്ലാവർക്കും നമസ്കാരം. സ്വദേശ് ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എൽപിക്ക് ഗാന്ധി, നെഹ്റു തുടങ്ങിയവരും സ്വാതന്ത്ര്യ സമര ചരിത്രവുമാണ്. അതിനോടൊപ്പം ആനുകാലികം LP, UP, HS തലങ്ങളിൽ ആനുകാലികം ചോദ്യങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് 2-3 ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാവും, കൂടുതൽ ചോദിക്കാറില്ല LP, UP തലങ്ങളിൽ. അപ്പോ ആനുകാലികം ചോദ്യങ്ങളുണ്ട്. പിന്നീട് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന ഭാഗവും സ്വാതന്ത്ര്യ സമര ചരിത്രവും, ഇത് രണ്ടും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം UPക്ക്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഇപ്രാവശ്യം നടന്ന ചോദ്യങ്ങൾ: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യമായി എത്തിയ മദർഷിപ്പിന്റെ പേര്. ഇത് ഈ അടുത്തിടെ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ആൻസർ സാൻ ഫെർണാണ്ടോ എന്നുള്ളതാണ്. സാൻ ഫെർണാണ്ടോ നെതർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇനി ഇതേ ചോദ്യം മുൻപ് ചോദിക്കാമായിരുന്നെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ, ഇതൊരു ചരക്ക് കപ്പലാണ്. അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ചേക്കുക. ഇത് ചരക്ക് കപ്പലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ കപ്പലാണ്. ഇത് മദർഷിപ്പാണ്. ഈ മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കപ്പലാണ്. ഏകദേശം 14,000 മുതൽ 20,000 വരെ കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വലിയ ഷിപ്പാണ് മദർഷിപ്പുകൾ. അപ്പോ ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഷെൻഹുവ 15 എന്ന് പറയുന്ന ചൈനയുടെ കപ്പലാണ്. ഇനി വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം, തീരത്തു നിന്നും 1 നോട്ടിക്കൽ മൈൽ അകലം വരെ 24 മീറ്റർ സ്വാഭാവിക ആഴം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം 24 മീറ്റർ ആണ്. 24 മീറ്റർ. ആലോചിക്കാൻ, നമ്മുടെ പതാകയിലെ സ്പോക്സിന്റെ എണ്ണം 24 ആണ്, അരക്കാലുകൾ. ഒരു മദർഷിപ്പിൽ 14,000 മുതൽ 20,000 കണ്ടെയ്നർ വരെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത തുറമുഖം വിഴിഞ്ഞമാണ്. രാജ്യാന്തര കടൽപാതയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരം മാത്രമേ വിഴിഞ്ഞത്തേക്കുള്ളൂ. രാജ്യാന്തര കടൽപാതയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരത്തേക്ക് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നു. സ്വാഭാവിക ആഴം 24 കിലോമീറ്റർ ആണ്. അദാനി ഗ്രൂപ്പാണ് ഈ പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പുമായി 40 വർഷത്തെ കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. 40 വർഷത്തെ കരാർ. 2 കപ്പലുകളുടെ പേര് ഒന്നും കൂടെ ചോദിക്കുന്നു. ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ചൈനയുടേതായിരുന്നു. പിന്നീട് എത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെർണാണ്ടോ എന്നുള്ളതാണ്. സാൻ ഫെർണാണ്ടോ. ഇനി തിരുവനന്തപുരം ഏത് താലൂക്കിലാണ്? ഈ ഒരു ചോദ്യം PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം പോർട്ട് രാജ്യത്തെ ആദ്യത്തെ മദർ പോർട്ട്, രാജ്യത്തെ ആഴമേറിയ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് തുടങ്ങിയവയും വിഴിഞ്ഞം തന്നെയാണ്. വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ല, നെയ്യാറ്റിൻകര താലൂക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖവും വിഴിഞ്ഞം തന്നെയാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. അപ്പോ ഈ അടുത്തിടെ ഇലക്ഷൻ നടന്നു, ഇലക്ഷൻ കഴിഞ്ഞു. ഈ ഇലക്ഷൻ 18ാമത്തെ ലോക്സഭ ആണ് നടന്നത്. 18ാമത്തെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. പദവികൾ എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക. പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ക്വിസ് മത്സരങ്ങൾക്ക് ധാരാളം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതേസമയം ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. പേര് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ആൻസർ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 15ാമത്തെ ആളാണ് ദ്രൗപദി മുർമു. ഈ 15th CGA എന്ന് കൊടുത്തേക്കുന്ന 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് 15th CGA. വൈസ് പ്രസിഡന്റ് 14ാമത്തതാണ് ജഗദീപ് ധങ്കർ. ഈ ചുവന്ന നിറം അടിച്ചിട്ടുള്ളത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 2024 ജൂണിൽ പദവിയിൽ വന്നു. ഇന്ത്യയിൽ പദവിയിൽ 7ാം സ്ഥാനമാണ്. അതായത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പദവികളിൽ 7ാമത്തെ പദവിയാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു.
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അവയുടെ നോട്ട് പോലെ ആനുകാലികവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ പ്രീവിയസ് ചോദ്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വിജയാശംസകൾ.